നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോർട്സ്മൗത്തിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള കോക്കനട്ട് കൗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. അവിടെ കുഴിമന്തി നമുക്ക് സ്പെഷ്യലായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പോർട്സ്മൗത്തിൽ നമുക്ക് ആദ്യമായിട്ടാണ് കുഴിമന്തി കിട്ടുന്നത്. പോർട്സ്മൗത്തിൽ 47 ടാൻജിയർ റോഡ് എന്നും കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ടേക്കാണ്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റാണ് കാണിക്കുന്നത്. 10 മിനിറ്റ് താഴെ ഉള്ളൂ. അപ്പം കോക്കനട്ട് കൗണ്ടിയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന റോഡിലാണ് ഉള്ളത്. കുറച്ച് റെസ്റ്റോറൻറ്റ്സ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കോക്കനട്ട് കൗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇവർ തുറന്നിട്ടുള്ളത്. മെനു ഒക്കെ അവരിങ്ങനെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ മെനുവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എൻട്രൻസ് വരുന്നത്. ഇവിടെ ഓപ്പണിംഗ് ടൈമിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇന്നലെ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ, 1-ാം തീയതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെയർ. കോക്കനട്ട് കൗണ്ടിയുടെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി പോലെയുള്ള എന്തെങ്കിലും പാർട്ടികൾ നടത്തണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 20-നും 30-നും ഇടയ്ക്ക് ആൾക്കാർക്ക് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാനും പറ്റും. അത്യാവശ്യം ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സീറ്റിങ് പുറകിലുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ബാക്ക് സൈഡിലുള്ളത്. ചെറിയ പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടി ഒരു 10-30 പേര് ഉള്ള പാർട്ടി നടത്തണമെങ്കിൽ നമുക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വരുവാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അവിടെ ഇരുന്നിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും ഒരു വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച ഫ്രണ്ട് സൈഡിൽ മാത്രമേ സ്പേസ് ഉള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ഈ സൈഡിൽ കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പോർട്സ്മൗത്തിൽ ഒരു മന്തി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ സ്പെഷ്യലായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അല്ലാതെ പിന്നെ ഇപ്പം മലയാളീസൊക്കെ ആണെങ്കിൽ ഇവിടെ വിട്ടിട്ട് ഈസ്റ്റ് ഹാമും ഈ പറയുന്ന ക്രോയിഡോണും അങ്ങനെയൊക്കെ മന്തി കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മൊത്തം കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. കിഴിപ്പൊറോട്ട ഇപ്പം നാട്ടിലെല്ലാവർക്കും പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറ്റാത്തവർക്കുള്ള സാഹചര്യവും അവസരവും പോർട്സ്മൗത്തിലും ഒരു മലയാളി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അത്ര തന്നെ, അതാണ് മെയിൻ ഉദ്ദേശം തന്നെ. 15-16 ആൾക്കാർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് ഉണ്ട് കേട്ടോ. ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ചിക്കൻ മന്തിയുടെ കൂടെ ചട്നി, മയണൈസ്, പിന്നെ ഇതുപോലെ പൊറോട്ട, നല്ല ഫ്രഷ് പൊറോട്ട, പിന്നെ ബീഫ് കറിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബിസിതയും സുമിയാണ് കൂടെ ഉള്ളത്. മലയാളികളുടെ ദേശീയ ഭക്ഷണമല്ലേ പൊറോട്ട? മലയാളികളുടെ ബീഫ് കറി സൂപ്പർ ഫ്രഷ് പൊറോട്ടയാണ്. കുറച്ച് ഉറക്കെ പറയാമോ? വായിക്കാത്ത പൊറോട്ടയാ, ഫ്രഷ് പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്, സംഭവം സെറ്റാണ്. അതിൻ്റെ ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ കുറേ ദൂരെ പോയിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് കിട്ടുന്നത് അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മന്തി കഴിക്കാം. റീസണബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ കേട്ടോ. കോക്കനട്ട് കൗണ്ടിയുടെ മെനു നമ്മൾ നോക്കുവാണെങ്കിൽ മെനുവിൽ ഏകദേശം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു റേറ്റാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. കാന്താരി ചിക്കൻ മന്തി, ലാം മന്തി. ഈ ചിക്കൻ മന്തിയൊക്കെ 7.49 കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഡ്ഡലി വടയൊക്കെ 5.99 ആണ്. പഴംപൊരി ബീഫുണ്ട് 6.99 ഉള്ളൂ. ചിക്കൻ കിഴി പൊറോട്ട ഉണ്ട് 7.99. പാൽ പൊറോട്ട, അങ്ങനെ എല്ലാ ഐറ്റവും ഏകദേശം 10-ൽ താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത്. മലയാളികൾക്ക് വന്ന് ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസാണ് കോക്കനട്ട് കൗണ്ടി. പിന്നെ നിങ്ങൾ വരിക, നിങ്ങൾ വന്ന് കഴിച്ചിട്ട് ഭക്ഷണം ആയതുകൊണ്ട് എല്ലാവർക്കും പല അഭിപ്രായങ്ങൾ കാണും. വന്ന് ടേസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയത് വളരെ, നമുക്ക് പെട്ടെന്നൊന്ന് ഫാമിലി ആയിട്ടൊന്ന് മലയാളി ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല പൈസ കുറഞ്ഞ് കഴിക്കാൻ വേണ്ടി പറ്റിയൊരു ഓപ്ഷനാണ് കോക്കനട്ട് കൗണ്ടി. നമുക്ക് ടേബിൾ നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ടേബിൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ടേബിൾ ബുക്ക് ചെയ്യേണ്ട സൗകര്യമൊക്കെ ഉണ്ട്. ഹോം ഡെലിവറി ചെയ്യുന്നതാണ്. ഇവിടെ ഡെലിവറി ഉണ്ട്. അവരെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഭക്ഷണം എത്തിച്ചു തരുന്നതാണ്. കോക്കനട്ട് കൗണ്ടി തുറക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 11 മണി തൊട്ട് 3 മണി വരെയാണ്. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമിങ് സെയിം തന്നെയാണ് കേട്ടോ. പക്ഷേ വൈകുന്നേരത്തെ ടൈമിങ് വ്യത്യാസമുണ്ട്. വൈകുന്നേരം 6 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് 5 മണി തൊട്ടുണ്ടെങ്കിൽ 6 മണി തൊട്ട് 10 മണി വരെയുള്ള ഓർഡറുകളാണ് എടുക്കുന്നത്.
നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ എല്ലാവരും വരിക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.